ബീഫ് പള്ളിക്കറി. അത് നമ്മുടെ കൊച്ചിയിലൊന്നും ഉണ്ടാക്കി നോക്കിയാണ്, അതും കുക്കറിൽ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുക്കറിൽ ആദ്യം ബീഫ് ഒക്കെ പരത്തി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, കാശ്മീരി ചില്ലി ഇട്ട് ഗരം മസാല എല്ലാം ഇങ്ങനെ ഉടഞ്ഞിടാം. ഇത്തിരി ചില്ലി, എരിവുള്ള ചില്ലി ഇട്ട് കൊടുത്ത് ഇത് മല്ലിപ്പൊടി ഇട്ട് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇത് ഇളക്കരുതിട്ട് ഇങ്ങനെ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. ശ്രമിച്ച് നോക്കിയാണ്, എല്ലാവരും ശ്രമിച്ച് നോക്കാൻ വേണം. ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വേപ്പില അതൊക്കെ ഇട്ട് കൊടുത്ത് സവാള ഇങ്ങനെ നന്നായിട്ട് നേരിയതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പരത്തിയിട്ട് തുടങ്ങണം. ഇളക്കരുതിട്ടാ പിന്നെ പറയണം. അതിനുശേഷം നമുക്ക് തക്കാളി കഴിഞ്ഞിട്ട് തക്കാളി ആദ്യം ഇടേണ്ടത് ഞാൻ വിട്ടുപോയി. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് കുക്കർ മൂടി ഒറ്റ വിസലിൽ നിർത്തണം. ഒറ്റ വിസലിൽ നിർത്തിയിട്ട് കുക്കർ തുറന്ന് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയാണ് ഇളക്കേണ്ടത്. ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടില്ല, പച്ചമുളക് ഇടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന്. എന്നിട്ട് കുക്കർ മൂടി നമുക്കൊരു വിസിലും ഒരു 10 മിനിറ്റ് ഇറച്ചിയുടെ മൂപ്പനുസരിച്ചിട്ട് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കർ തുറക്കാം. ഇതുപോലെ ഇങ്ങനെ പെരണ്ടിരിക്കും ചാറൊക്കെ, ഇങ്ങനെ ഗ്രേവി ഇതിനോട് പൊതിഞ്ഞ് കണ്ടു. ഇതുപോലെ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. നല്ല മണമാണ്. എന്തായാലും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായം പറഞ്ഞ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.